ഹായ്. അപ്പോൾ തിയേറ്ററുകളിലെ ഓണത്തല്ല് അതാണ് നമ്മളുടെ വിഷയം. ഓണച്ചിത്രങ്ങളെ കുറിച്ച് ഏകദേശം ധാരണയായി. ലോക, ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളുടെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു ഇന്ന്. ഇനി ബുധനാഴ്ചയോടുകൂടി ഓടും കുതിര, ചാടും കുതിര, മേനപ്പി അർക്കിയ എന്നീ ചിത്രങ്ങളുടെ ടിക്കറ്റുകളും ഓപ്പൺ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഓണത്തിന് ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥ മത്സരം നടക്കുന്നത്, ഇതുവരെയുള്ള മത്സരത്തിൽ ആരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യത്തേത് ടീസർ യുദ്ധം. അതില് ആദ്യം ടീസർ ഇറക്കി യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ലാലേട്ടന്റെ ഹൃദയപൂർവ്വമാണ്. അതായത് ജൂലൈ 19-ന് 5 ആഴ്ചകൾ കൊണ്ട് നേടിയത് 2.9 മില്യൺ വ്യൂസ്. രണ്ടാമതായിട്ട് അതായത് ജൂലൈ 28-ന് ലോക ടീസർ ഇറങ്ങി, ഒരു മാസം കൊണ്ട് നേടിയ വ്യൂസ് എന്ന് പറയുന്നത് 3.9 മില്യൺ. അടുത്തതായിട്ട് ഓഗസ്റ്റ് 5-ന് മേനപ്പി അർക്കിയയുടെ ടീസറും ഇറങ്ങി, കിട്ടിയത് വെറും 1.5 മില്യൺ വ്യൂസും. ഫഹദിന്റെ ഓടും കുതിര ചാടും കുതിര എന്തോ ടീസർ ഇറക്കിയിട്ടില്ല. അപ്പോൾ ടീസർ യുദ്ധത്തിൽ ഇതുവരെ നോക്കുമ്പോൾ ജയം എന്ന് പറയുന്നത് നസ്ലിനും കല്യാണിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ പ്രേക്ഷകരെ ആകർഷിക്കാനായിട്ട് അടുത്തതായിട്ട് ഇറക്കുന്നത് പാട്ടുകളായിരിക്കും അല്ലെ. അതിലും ആദ്യം അതായത് ഓഗസ്റ്റ് 17-ന് ഹൃദയപൂർവ്വം ടീം വെൺമതി എന്നുള്ള സിദ് ശ്രീറാം പാടിയ ലിറിക്കൽ വീഡിയോ പുറത്തുവിട്ടു. അതിന് പിന്നാലെ ഓഗസ്റ്റ് 15-ന് മേനപ്പി അർക്കിയ ടീം മനോഹരി എന്നുള്ള പാട്ടും, ഇന്നലെ ജൂൺ പോയ ജൂലൈ എന്ന പാട്ടും പുറത്തുവിട്ടു. അതിനുശേഷം ഓഗസ്റ്റ് 20-ന് ലോക ടീം ജ്യോതി നൂറിൻ പാടിയ പ്രൊമോ സോങ് പുറത്തുവിട്ടു. തൊട്ടടുത്ത ദിവസം ഫാഫ ടീം തൊട്ടാവാടി ദുപ്പട്ടാവാലി എന്നുള്ള പാട്ടുമായിട്ട് രംഗപ്രവേശം ചെയ്തു. അങ്ങനെ പാട്ട് മത്സരത്തിൽ 2.9 മില്യൺ വ്യൂസുമായിട്ട് ലോക 1-ാം സ്ഥാനവും 1.7 മില്യൺ വ്യൂസുമായിട്ട് ഫാഫ ടീം 2-ാം സ്ഥാനവും നേടിയപ്പോൾ ഹൃദയപൂർവ്വത്തിന് വെറും 7 ലക്ഷം വ്യൂസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടിയും വന്നു. പിന്നെ മേനപ്പി അർക്കിയ പാട്ടുകൾ 2 എണ്ണത്തിനും കൂടി ചേർത്ത് കിട്ടിയ 8.25 ലക്ഷം വ്യൂസ്. അത് 2 പാട്ടുകൾക്കും ചേർത്ത് കിട്ടിയത് കൊണ്ട് നമുക്ക് 4-ാം സ്ഥാനം എന്ന് പറയുന്നതായിരിക്കും ബുദ്ധി അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത്. അടുത്ത ട്രെയിലർ യുദ്ധം. അതിലാണെങ്കിൽ ആദ്യം ഇറങ്ങിയത് ഓടും കുതിര ചാടും കുതിരയുടെ ട്രെയിലറാണ് കേട്ടോ, ഓഗസ്റ്റ് 10-ന്. അതിന് ഇതുവരെ കിട്ടിയ വ്യൂസ് 2.5 മില്യൺ ആണ്. അടുത്തതാണെങ്കിൽ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം ട്രെയിലർ. അത് നിങ്ങളുടെ ഭൂരിഭാഗം പേരും കാണാൻ സാധ്യതയില്ല. കാരണം അത് ആശീർവാദ് സിനിമാസിന്റെ ഒഫീഷ്യൽ ട്രെയിലർ അല്ല ഇറങ്ങിയിരിക്കുന്നത്. പകരം വണ്ടർ ബോസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഫാൻ മെയ്ഡ് ട്രെയിലർ ആണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളിൽ കാണേണ്ടവർക്ക് കാണാം. പക്ഷെ ഇവിടെ അതിനൊരു മത്സര ഇനമായിട്ട് ഞാൻ കൂട്ടുന്നില്ല. കാരണം 1 ലക്ഷത്തിൽ താഴെ വ്യൂസേ അതിന് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതൊരിക്കലും ഹൃദയപൂർവ്വം ടീമിന്റെ തെറ്റല്ലല്ലോ. പിന്നെ അവസാനമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ട്രെയിലർ ലോക ടീമിൻ്റെത്. അതിനാണെങ്കിൽ വെറും 17 മണിക്കൂറുകൾ കൊണ്ട്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ കിട്ടിയിരിക്കുന്നത് 3.7 മില്യൺ വ്യൂസ് ആണ്. അതോടെ ട്രെയിലർ യുദ്ധത്തിലും ലോക ടീം തന്നെ വിജയിച്ചു. 2-ാം സ്ഥാനം ഫാഫ ടീമിന്റെ ഓടും കുതിര ചാടും കുതിരയ്ക്കും കിട്ടി. ഇനിയാണ് പ്രീ ബുക്കിംഗ് യുദ്ധം എന്ന് പറയുന്നത്. അതിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലോക, ഹൃദയപൂർവ്വം എന്നീ ആ ചിത്രങ്ങൾ മാത്രമേ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഹൃദയപൂർവ്വം തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം തിയേറ്ററിലേക്ക് പടം എത്തിക്കഴിയുമ്പോൾ ലാലേട്ടൻ ഫാൻസ് ആക്റ്റീവ് ആകും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓഗസ്റ്റ് 30-ന് അറിയാം ഇനി യഥാർത്ഥ വിജയി ആരാണ് എന്നുള്ളത്. കാരണം ഓൺലൈൻ വ്യൂസ് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ പ്രൊഡ്യൂസർമാർക്ക് പ്രധാനം എന്ന് പറയുന്നത് ഇറക്കിയ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഹൃദയപൂർവ്വം, ലോക എന്നീ ചിത്രങ്ങൾ 250 സ്ക്രീനുകളിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫാഫ ടീമിന്റെ ഓടും കുതിര ചാടും കുതിര 235 സ്ക്രീൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മേനപ്പി അർക്കിയ 100 സ്ക്രീൻസും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓണത്തിന് ഏതൊക്കെ സിനിമകൾ ലീഡ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണാം.